നെയ്യാർ വൈൽഡ് ലൈഫിന് കീഴിൽ പ്രൊട്ടക്ഷൻ വാച്ചർമാരായി ജോലി ചെയ്യുന്ന SC/ST വാച്ചർമാർക്ക് ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി. 2 മാസത്തിലേറെയായി ശമ്പളം ലഭിക്കാതെ വന്നതോടെ വാച്ചർമാർ SC/ST കമ്മീഷന് പരാതി നൽകി. ശമ്പളം ഇനിയും ലഭിച്ചില്ലെങ്കിൽ സമരം തുടങ്ങാനാണ് വാച്ചർമാരുടെ തീരുമാനം. 10, 11 വർഷം, 12 വർഷം, 11 വർഷം, 15 വർഷത്തോളമായ ആദിവാസി യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 3 മാസം 4 മാസം കൂടുമ്പോഴത്തേക്ക് 1 മാസം ജസ്റ്റ് കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് നമ്മുടെ ഈ കുടുംബങ്ങൾ പോറ്റാനും പിള്ളേരുടെ എല്ലാം സ്കൂളിൽ പോകുന്നു, സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കി ഇതുകൊണ്ട് നമുക്ക് കഴിയില്ല. നെയ്യാർ വൈൽഡ് ലൈഫിന്റെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രൊട്ടക്ഷൻ വാച്ചർമാരായി ജോലി ചെയ്യുന്ന 25ഓളം പേർക്കാണ് 2 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിക്കാത്തത്. 16 കിലോമീറ്ററിലധികം ദിവസവും ഉൾവനത്തിലൂടെ യാത്ര ചെയ്താണ് ജോലി. ആഴ്ചയിൽ പാതിയും കാട്ടിലാണ്. പക്ഷേ കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഇപ്പോൾ 30 ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ 25 ദിവസവും കാട്ടിനകത്തും വനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളെ വാച്ചർപ്പിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശമ്പളം തരണമെന്നാണ്. കാരണം എന്നാലേ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം കടം മാറ്റി വയ്യ. ഇനിയിപ്പം 100 രൂപ 500 ഒരാളിനെ കടം ചോദിച്ചാൽ പിറ്റേ നമുക്ക് ഈ ശമ്പളം കിട്ടുമെന്ന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആൾ തരയില്ല. നിരവധി തവണ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു. പക്ഷേ ഫണ്ട് ലഭിക്കാത്തതാണ് ശമ്പളം വൈകുന്നതിന് കാരണമെന്നാണ് മറുപടിയെന്നും പ്രൊട്ടക്ഷൻ വാച്ചർമാർ പറയുന്നു. ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ടില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. മാസം തോറും പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. അപ്പോൾ നമ്മൾ 10 ദിവസം ക്യാമ്പിൽ നിന്ന് ഇറങ്ങി നിന്ന വനത്തിനകത്ത് ആളുകൾ കയറാൻ ഇഷ്ടംമാതിരി സാധ്യത ഉണ്ട്. പുറത്തു നിന്നൊക്കെ ആളുകൾ കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൃഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വാച്ചർമാരെ ഒരു സംരക്ഷണത്തിലാണ് ഇപ്പോൾ ക്യാമ്പ് ഷെട്ടുകളൊക്കെ പോകുന്നത്. വിഷയത്തിൽ SC/ST കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഡിസംബർ അവസാനത്തോടെ ശമ്പളം നൽകാൻ കഴിയുമെന്നതാണ് അധികാരികൾ നൽകുന്ന ഉറപ്പ്. ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാനാണ് വൈൽഡ് പ്രൊട്ടക്ഷൻ വാച്ചർമാരുടെ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.